ആപ്പ് മേക്കർ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലേക്ക് എങ്ങനെ എത്തണം? അതായത് 1 മിനിറ്റിനോട് ഇ കൊമേഴ്സ് സ്റ്റോർ നിങ്ങൾക്ക് ആപ്പാക്കി മാറ്റാം. ഇതാണല്ലോ ആപ്പ് മേക്കർ ചാമ്പ്യൻ ചെയ്യുന്നത്. ആ പോയിന്റിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തണത്? നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ ഞാനൊരു പ്രോഗ്രാമറാണ്, ടെക് ആളാണ്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുത്ത ആൾക്കാർക്ക്. അപ്പോൾ ഒരു പോയിന്റിൽ നമ്മൾ റിയലൈസ് എന്താണെന്ന് വെച്ചാൽ വേൾഡിൽ കുറേ യൂസ് കേസ് ഉണ്ട്. ഇപ്പം സെയിം വെബ്സൈറ്റ് മതി അവർക്ക്, പക്ഷെ അതിൻ്റെ പേരോ കുറച്ച് കളറോ ലോഗോയോ ഇത് മാത്രമാണ് ഇവർക്ക് വെബ്സൈറ്റിൽ വ്യത്യാസമായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ ഞാനൊരു കസ്റ്റമറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് ഓൾമോസ്റ്റ് കുറേ കാലം മുമ്പ് ഇവർക്ക് എനിക്കൊന്ന് 40 വേർഡ് പ്രസ് വെബ്സൈറ്റ് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്നതായിരുന്നു എൻ്റെ പണി. 40 വേർഡ് പ്രസ് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു വേർഡ് പ്രസ് സൈറ്റിന് എനിക്ക് ഒന്ന് $20 തരും. അപ്പം ഞാൻ വിചാരിച്ചത് ഞാൻ ഒരു ഭയങ്കര മടിയുള്ള ഒരാളാണ്. ആൻഡ് ഐ ഡോണ്ട് റിയലി വർക്ക് ഹാർഡ് ഓൾസോ. പക്ഷേ എനിക്കിഷ്ടമുള്ളതാണ് ഞാൻ ചെയ്യും. അപ്പോൾ ഈ 40 വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മാനുവലി പോയിരുന്ന് ഞെക്കി ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നത് ഐ ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്തുകൊണ്ട് ഓട്ടോമേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഈ 40 എണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 40 എണ്ണം ഉണ്ടാക്കാൻ ചിലപ്പോൾ ഒരു 8 hours എടുക്കുള്ളൂ. ഐ സ്പെൻഡ് മേ ബി 16 hours or a couple of days to create a script. ഇത് നമ്മൾ ബട്ടൺ ഞെക്കിയാൽ എങ്ങനെ 40 എണ്ണം ഒരുമിച്ച് ഉണ്ടാവും എന്നുള്ളത് ഉണ്ടാക്കാൻ പഠിച്ചു. എനിക്കൊന്ന് ലൈഫിലൊരു ചേഞ്ചിങ് മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ 40 എണ്ണം മാറുന്നതിൽ പേരും ഒരു 4-5 എലമെൻറ്റ്സ് മാത്രമേ ഇതിൽ മാറുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിമാണ്. അപ്പം നമുക്ക് റാദർ ദാൻ എല്ലായിടത്തും പോയി ഇത് പേരടിക്കുന്നതിന് പകരം നമുക്കത് എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്ത് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളിടത്താണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു ലാർജ് സ്കെയിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവിടെ. ആൻഡ് ഇവരുണ്ടാക്കുന്ന വെബ്സൈറ്റ് ഇപ്പം നമ്മൾ ആലോചിക്കണം, എനിക്ക് $20 തന്ന് ഒരു വെബ്സൈറ്റ് അവൻ ഉണ്ടാക്കണമെങ്കിൽ അവനൊരു മിനിമം ഒരു $20,000 ഇത് വെച്ച് ഉണ്ടാക്കണ്ടാവും. ആൻഡ് $20 വാസ് സോ ചീപ്പ് ഫോർ ദം. അപ്പം ഞാൻ ടു ഗിവ് എ മോർ പെർസ്പെക്റ്റീവ്, ഞാൻ US പോയ സമയത്താണ് റിയലൈസ് ചെയ്തത് ഒരു മീൽ കഴിക്കണമെങ്കിൽ നമുക്ക് $50 വേണം, വിച്ച് ഈസ് ക്ലോസ് ടു അറൗണ്ട് 4,000 rupees. അപ്പോൾ ഇത് നമ്മളെ നാട്ടിൽ നമ്മളൊരു നേരത്തെ 100 രൂപയ്ക്ക് കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നത് അവർ $50 കൊടുത്തിട്ടാണ്. അപ്പോൾ $20 ഈസ് സോ ചീപ്പ് ഫോർ ദം. അപ്പോൾ ഇത്രയും ചീപ്പായിട്ട് തന്നെ അവർക്ക് അത്രയും വാല്യൂ കിട്ടുന്ന സിസ്റ്റം വന്നു. കമ്മിങ് ബാക്ക് ടു ദിസ് പോയിന്റ്, അപ്പം വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന വന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്കാർക്ക് ഇപ്പോൾ ഇത് പ്ലേ സ്റ്റോറൊക്കെ ബൂം ചെയ്യുന്നൊരു സമയമായിരുന്നു, മൊബൈൽ ആപ്പ് ഇൻസെയിൻലി മൊബൈൽ ആപ്പുകൾ വരുന്ന സമയത്ത്. അപ്പം നമുക്ക് ഫസ്റ്റ് വന്നൊരു പ്രോജക്റ്റ് ഈ സൗണ്ട് ബോർഡ് എന്ന് പറയും. സൗണ്ട് ബോർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ആപ്പ് തുറന്നു കഴിഞ്ഞാൽ ഒരു 4 ബട്ടൺ ഉണ്ടാവും. ഈ 4 ബട്ടൺ ഞെക്കുന്ന സമയത്ത് ഓരോ മ്യൂസിക് പ്ലേ ചെയ്യും. ഇപ്പം നമ്മുടെ പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഫിലിം ഇറങ്ങുകയാണ്, ഇപ്പോൾ പുലിമുരുകൻ ഇറങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമ ഇറങ്ങുകയാണെങ്കിൽ ആ സിനിമയിലെ ഡയലോഗുകളായിരിക്കും 4 ബട്ടൺ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ആപ്പ് മാറുമ്പോൾ ഈ 4 ബട്ടണിൻ്റെ പേരും അത് വരുന്ന മ്യൂസിക്കും ആപ്പിൻ്റെ പേരും മാത്രമേ മാറുന്നുള്ളൂ. അപ്പം ഇത് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമുക്ക് മൊബൈൽ ആപ്പും ക്ലൗഡിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. അതാണ് മൊബൈൽ ആപ്പിന് തുടങ്ങിയത്. പിന്നെ നമ്മൾ ഇപ്പം നെക്കിത്തിരിക്കുന്നത് എങ്ങനെ എത്തിയെന്ന് വെച്ചാൽ മൊബൈൽ ആപ്പിൽ ഏറ്റവും വാല്യൂ വരുന്നൊരു എലമെൻ്റാണ് കൊമേഴ്സ്. അപ്പം നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ മനസ്സിലാക്കി ആൾക്കാർ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ പേ ചെയ്യാൻ പറ്റുന്നൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് മൊബൈൽ ആപ്പാണ്. നമുക്ക് ഏറ്റവും ഇത് ഇ കൊമേഴ്സിലെ മൊബൈൽ ആപ്പാണ് കസ്റ്റമേഴ്സ് കാശുണ്ടാക്കുക. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, ഇ കൊമേഴ്സ് ഒരു സൈസാണ്, മൊബൈൽ ആപ്പ് ഇ കൊമേഴ്സ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോണ ബി ഇൻസെയിൻ വാല്യൂ. അങ്ങനെ നമ്മൾ വന്നാണ് ഒരു ഷോപ്പിഫൈ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ ലിറ്ററലി നിങ്ങൾക്ക് ഒരു 10 minutes കൊണ്ട് അതിനെ മൊബൈൽ ആപ്പ് ആക്കി നിങ്ങൾക്ക് അതിനെ പ്ലേ സ്റ്റോർ പബ്ലിഷ് ചെയ്യാം. നമ്മൾ വർക്ക് ചെയ്യുന്ന ലാർജ് ബ്രാൻഡ്സ് ഉണ്ട്, ഇവർക്ക് ഓൾറെഡി വെബ്സൈറ്റിൽ കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഈ കസ്റ്റമേഴ്സിനാണ് നമ്മൾ മൊബൈൽ ആപ്പിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മളതിന് ടെക്ക് മാത്രമേ കൊടുക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഒരു മൊബൈൽ ആപ്പ് ബിൽഡർ എന്നുള്ള രീതിയിലേക്ക് ആയി വന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നിങ്ങളിപ്പം ചാമ്പ്യൻ ചെയ്യുന്ന പറഞ്ഞാൽ ഷോപ്പിഫൈയിൽ വെബ്സൈറ്റ് 5 million വെബ്സൈറ്റ്സ് ഓൾറെഡി ഉണ്ട്. ഷോപ്പിഫൈ വെബ്സൈറ്റ് മൊബൈൽ ആപ്പ് ആക്കണമെങ്കിൽ നിങ്ങളെ സൊല്യൂഷൻ യൂസ് ചെയ്യാം. അതെ. ആൻഡ് ഓൾസോ ഐ തിങ്ക് നമ്മൾ ഒരു കാര്യം ഡിസ്കസ് ചെയ്യണം, എങ്ങനെയാണ് നമ്മളൊക്കെ പൈസ ഉണ്ടാക്കണേന്നുള്ളതൊന്ന് ക്ലാരിറ്റി കൊടുക്കണം. സബ്സ്ക്രിപ്ഷൻ എന്നുള്ള വേർഡ് ഇപ്പോൾ സലീം പറഞ്ഞില്ലേ, ഐ ഡോണ്ട് തിങ്ക് എവരിബഡി ഈസ് സോ ഫെമിലിയർ വിത്ത് ഇറ്റ്.
ഇപ്പോൾ ഇപ്പം ഞങ്ങളുടെ കേസ് പറയുകയാണെങ്കിൽ വി ആർ എ കമ്പനി വിച്ച് ക്രിയേറ്റ്സ് മൾട്ടിപ്പിൾ സോഫ്റ്റ്വെയർസ്. ഞങ്ങളെ ടെക്നിക്കൽ ടേം സാസ് എന്ന് പറയും. നമ്മളിപ്പോൾ നമ്മൾക്ക് വരുന്ന ഓരോ കസ്റ്റമറിൽ നിന്നും മാസത്തിൽ ആണ് നമ്മൾ പൈസ വാങ്ങിക്കുന്നത്. അതായത് $10 പെർ മന്ത് ദേ ഹാവ് ടു പേ അസ്. അതിനെയാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് സിമിലർലി ഇപ്പോൾ സലീൻ്റെ ആപ്പ് മേക്കറിൻ്റെ പ്രൊഡക്റ്റ് ആയാലും ഇൻ ഓർഡർ ടു കണ്ടിന്യൂ യൂസിങ് ദാറ്റ് ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഇൻ എ മൊബൈൽ ഫോമാറ്റ് അവിടെ സബ്സ്ക്രിപ്ഷൻ വരുന്നുണ്ട്. ബൈ മി എ കോഫി കുറച്ച് വ്യത്യാസമാണ്. ബൈ മി എ കോഫി ഈസ് മേക്കിംഗ് മണി ഫ്രം കമ്മീഷൻസ്. എവറി ടൈം സംബഡി ഈസ് ടിപ്പിംഗ് എ ക്രിയേറ്റർ ദേ മേക്ക് ടൈനി പോർഷൻ. ക്രിയേറ്ററിന് 99% കിട്ടും അല്ലേ? ക്രിയേറ്ററിന് 95% കൊടുത്തിട്ട് 5% കമ്മീഷൻ നമ്മൾ എടുക്കുന്നത്. ആ ഒരു മൈനർ കമ്മീഷൻ, ബട്ട് ദേ ആർ വെരി ബിഗ്. സോ അത് ഒരു ക്ലാരിറ്റി ഐ തിങ്ക് വി ഷുഡ് ഗിവ് ബിക്കോസ് then only the context becomes clear. Yeah. So how SaaS ecosystem works is നമ്മൾ ഒരാൾക്ക് ഒരു സോഫ്റ്റ്വെയർ കൊടുക്കുന്നു. ആ സോഫ്റ്റ്വെയർ നമുക്ക് എല്ലാ മാസവും ആ കസ്റ്റമർ പേ ചെയ്യുന്നു. അതാണ് ബേസിക്കലി സെലിയും അസ്ലമും ചാമ്പ്യൻ ചെയ്യുന്ന സോഫ്റ്റ്വെയർസ്. പക്ഷേ ജോസഫിൻ്റെ കേസിൽ എവറി ടൈം someone tips someone else, they make a revenue out of that. സോ ഇങ്ങനെയാണ് അവരുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്.